എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് രാമായണത്തിലെ ഏറ്റവും ജനപ്രിയവും വശ്യമായ കഥാപാത്രത്തെക്കുറിച്ചാണ്. അത് മറ്റാരുമല്ല, രാമദാസനായ ഭക്തഹനുമാനാണ്. ആദ്യമായി ഹനുമാന്റെ മഹത്തായ ഗുണങ്ങളെ ഞാനിവിടെ ഒന്ന് വർണ്ണിക്കാൻ ശ്രമിക്കാം. ബുദ്ധിബലം യശോധൈര്യം നിർഭയശ്ചമരോഗത അജാഡ്യം വാക്പടുത്വം ച ഹനുമത് സ്മരണാത് ഭവേത്. ബുദ്ധി, ബലം, കീർത്തി, ധൈര്യം, ഭയമില്ലായ്മ, ആരോഗ്യം, ഉന്മേഷം, സംസാരിക്കാനുള്ള ചാതുര്യം എന്നിവയെല്ലാം ഹനുമാനെ സ്മരിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുമെന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയുള്ള എല്ലാ സദ്ഗുണങ്ങളും ഒത്തിണങ്ങിയ കഥാപാത്രമാണ് ഹനുമാൻ എന്ന് ഈ വരികൾ അടിമറിയിടുന്നു. എന്തുകൊണ്ടാണ് ഹനുമാൻ നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ടവനാകുന്നത്? ഉത്തരം അദ്ദേഹത്തിന്റെ സവിശേഷമായ വ്യക്തിത്വത്തിലാണ്. ഹനുമാൻ കേവലം ഒരു വാനരനല്ല, അദ്ദേഹം നിസ്തുലമായ ഭക്തിയുടെയും അചഞ്ചലമായ സമർപ്പണത്തിന്റെയും അതിരുകളില്ലാത്ത ശക്തിയുടെയും പ്രതീകമാണ്. ഒന്നാമതായി, സ്വാർത്ഥതയില്ലാത്ത ദാസ്യഭക്തി. തനിക്കായി ഒന്നും ആഗ്രഹിക്കാതെ തന്റെ പ്രഭുവായ ശ്രീരാമന്റെ സന്തോഷത്തിന് വേണ്ടി ജീവിച്ച വ്യക്തിത്വമാണ്. സീതാന്വേഷണ വേളയിൽ ആർക്കും കടക്കാൻ കഴിയാത്ത 100 യോജന വിസ്താരമുള്ള സമുദ്രം ചാടിക്കടക്കാനുള്ള ധൈര്യം ലങ്കയിലെ അധർമ്മത്തിനുള്ള ധർമ്മത്തിന്റെ ആദ്യ ജയമായിരുന്നു. രണ്ടാമതായി, അപാരമായ ബുദ്ധിശക്തിയും നയതന്ത്രജ്ഞതയും. രാവണന്റെ കോട്ടയിൽ ലങ്കാദഹനത്തിന് മുമ്പ് നടത്തിയ സംഭാഷണങ്ങൾ അദ്ദേഹത്തിന്റെ വാക്ചാതുര്യവും രാഷ്ട്രബുദ്ധിയും വ്യക്തമാകുന്നു. തന്റെ ശത്രുവിന്റെ കോട്ടയിൽ വെച്ച് ഭയമില്ലാതെ സത്യം വിളിച്ചു പറയാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒരു ദൂതൻ എങ്ങനെയായിരിക്കണമെന്ന് അദ്ദേഹം ഈ ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നു. മൂന്നാമതായി, പ്രതിസന്ധികളിൽ രക്ഷകനായിരുന്നു. യുദ്ധഭൂമിയിൽ ലക്ഷ്മണൻ അബോധാവസ്ഥയിലായപ്പോൾ ജീവൻ രക്ഷിക്കാൻ മൃതസഞ്ജീവനെ തേടി ഹിമാലയത്തിലേക്ക് പറക്കാനും വരുന്നത് തിരിച്ചറിയാതെ വന്നപ്പോൾ ആ പർവ്വതം തന്നെ കൈവെള്ളയിൽ കൊണ്ടുവരാനും അദ്ദേഹത്തിന് സാധിച്ചു. ഇത് അദ്ദേഹത്തിന്റെ അസാധാരണമായ കരുത്തും സമയനിഷ്ഠയും കടമയോടുള്ള വിശ്വസ്തതയും വ്യക്തമാക്കുന്നു. എന്നാൽ ഹനുമാൻ ഇതിനേക്കാൾ മഹാനാക്കുന്നത് അദ്ദേഹത്തിന്റെ വിനയമാണ്. ലങ്കയെ വിറപ്പിച്ച, സമുദ്രം ലംഘിച്ച, പർവ്വതമുയർത്തിയ ഹനുമാനോട് സീതാദേവി ചോദിക്കുന്നുണ്ട്, നീ ആരാണെന്ന്. അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി, ഞാൻ വെറും രാമദാസനാണ് എന്നായിരുന്നു. ഇത്രയ്ക്ക് ശക്തികളുണ്ടായിട്ടും അഹങ്കാരമില്ലാതെ വിനയാനിതനായിരിക്കുക എന്നത് ഇത്ര ഉറക്കി പഠിക്കേണ്ട വലിയൊരു കാര്യമാണ്. സ്നേഹമുള്ളവരെ, ഭക്തി എന്നാൽ പ്രാർത്ഥിക്കലല്ല, മറിച്ച് പ്രതിസന്ധികളിൽ തളരാതെ കർമ്മം ചെയ്യലാണെന്ന് ഹനുമാൻ സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. ബുദ്ധിയും ശക്തിയും വിനയവും ഇങ്ങനെ ഒരേ സമയം കൊണ്ടു നടക്കാമെന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നു. ഇതുകൊണ്ടാണ് യുഗങ്ങൾ കഴിഞ്ഞിട്ടും ഹനുമാൻ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനാകുന്നത്. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും മുമ്പ് ആ വീര ഹനുമാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേരുന്നു.